ഹലോ സ്റ്റുഡൻസ്, ഓണം എക്സാമിനേഷൻ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന മന്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്സുള്ള കവർ ചെയ്യാനുള്ളത് എല്ലാ സബ്ജക്റ്റിനും. പ്രത്യേകിച്ച് അക്കൗണ്ടൻസി ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഓണം എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ടോപ്പിക്കുകൾ വളരെ ചുരുക്കം മാത്രമാണ്, അറൗണ്ട് 30%. നിങ്ങൾക്കറിയാം, നമ്മൾ പാർട്ണർഷിപ്പ് സൈഡിലേക്കാണ് നോക്കുന്നതെങ്കിൽ പാർട്ണർഷിപ്പ് സൈഡിൽ നമുക്ക് ഈ മാസങ്ങളിലൊക്കെ പഠിച്ചത് വളരെ ചെറിയ ടോപ്പിക്കുകൾ മാത്രമാണ്. ഇനി അങ്ങോട്ടുള്ള ഒക്ടോബർ, നവംബർ, ഡിസംബർ ആണെങ്കിൽ നമ്മൾ അത്രയും വെയിറ്റേജ് ഉള്ള പാഠഭാഗങ്ങളാണ് നോക്കാനുള്ളത്. അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കുള്ള സ്റ്റഡിയാണ് ഇനി അങ്ങോട്ട് അക്കൗണ്ടൻസി നമുക്ക് വേണ്ടത്. ഈ ടേബിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാർക്കിന്റെ വെയിറ്റേജ് നോക്കി വേണം നമുക്ക് ഈ മന്തുകളെ ഒന്ന് കമ്പയർ ചെയ്യാൻ. നോക്കിക്കോളൂ, നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററായ ബേസിക് കൺസെപ്റ്റ് എന്ന ചാപ്റ്റർ നമുക്ക് ഈ എക്സാമിനേഷൻ നിങ്ങൾ തറോ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചു. അതിന്റെ വെയിറ്റേജ് 8 മാർക്സ് ആയിരുന്നു. നിങ്ങൾക്കറിയാം, ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷൻ ആയി ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞു. അതിന്റെ കൂടെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഈ ചാപ്റ്ററിൽ നിന്ന് മുഴുവനായിട്ട് നിങ്ങൾ നോക്കിയിട്ടില്ല. കാരണം ഇവിടെ 13 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ടെങ്കിൽ പോലും നമുക്കിവിടെ ഓണം എക്സാമിനേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചത് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ വരെ മാത്രമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ ചാപ്റ്ററാണ്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഇനി അങ്ങോട്ടുള്ള ടോപ്പിക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നു, അഡ്മിഷൻ എസ്എ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ വെയിറ്റേജ് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ അഡ്മിഷൻ ചാപ്റ്ററിൽ നിന്നും ഒരു അറൗണ്ട് 6 മാർക്കിന് മാത്രമേ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ. ഇനി നമുക്ക് 7 മാർക്സിനോളം അവിടെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. പക്ഷേ ആ പാറ്റേണിലായിരിക്കില്ല പബ്ലിക് എക്സാമിനേഷൻ ക്വസ്റ്റിനും അല്ലെങ്കിൽ ഹാഫ് ഇയർ എക്സാമിനേഷൻ ക്വസ്റ്റിനും. അപ്പോൾ ഇവിടെ നല്ലൊരു മാർക്കിന്റെ വെയിറ്റേജ് നമുക്ക് പഠിക്കാനുണ്ട്. കൂടാതെ റിട്ടയർമെന്റ് ഡെത്ത് ഓഫ് എ ചാപ്റ്റർ, അല്ലെ, ഡെത്ത് ഓഫ് എ പാർട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് 8 മാർക്സ് ഡിസൊല്യൂഷൻ കിടക്കുന്നുണ്ട്. ഈ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തേണ്ട സമയമാണ് ഒക്ടോബർ, നവംബർ, ഡിസംബർ. കാരണം ഒരുപാട് വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ നമുക്ക് ലീവുകളൊക്കെ വരുന്ന മാസങ്ങളാണ്. കൃത്യമായ സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ മാസങ്ങളിൽ അക്കൗണ്ടൻസിയുടെ പാർട്ണർഷിപ്പിന്റെ ഭാഗത്ത് പഠിക്കാൻ. പാർട്ണർഷിപ്പിന്റെ കൂടെ തന്നെ നമ്മളെ കൂടെ തന്നെ അവിടെ ആരുണ്ട്? നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ടോപ്പിക്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഓണം എക്സാമിനേഷന് വേണ്ടി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്ത് നിങ്ങൾ പഠിച്ചത് 2 ചാപ്റ്റേഴ്സ് മാത്രമാണ്. ഓവർ റിവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട്, അതുപോലെ സ്പ്രെഡ്ഷീറ്റും. കൂടുതലും തിയറി ഭാഗങ്ങൾ ചോദിക്കുന്ന 2 ചാപ്റ്ററാണ് ഈ ബേസിക് ചാപ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ആദ്യത്തെ 2 ചാപ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഇനി അങ്ങോട്ടും നമുക്ക് ചാപ്റ്റേഴ്സ് പഠിക്കണം. അതായത് നിങ്ങൾ വെറും 8 മാർക്സിന് മാത്രമേ ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിന്റെ ഭാഗത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചുള്ളൂ. നമുക്ക് 20 മാർക്സ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിന്റെ തിയറി ആയിട്ട് നിങ്ങൾ എഴുതുന്നുണ്ട്. പ്രാക്ടിക്കൽ 40 കിടക്കുന്നുണ്ട് വേറെയും. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന പാഠഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 അക്കൗണ്ടൻസിയുടെ പബ്ലിക് എക്സാമിനേഷന് ഏറ്റവും വെയിറ്റേജ് വരുന്ന പോർഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറയേണ്ടത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് മാത്രമായിരിക്കും. കാരണം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ 40 മാർക്സ് പ്രാക്ടിക്കലും 20 മാർക്സിന്റെ തിയറി നിങ്ങൾക്ക് വരുന്നതുകൊണ്ട് 60 മാർക്സിന്റെ വെയിറ്റേജ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സൈഡിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ബാലൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇനി അങ്ങോട്ടുള്ള 12 മാർക്സിന് വേണ്ടിയുള്ള ചാപ്റ്റേഴ്സ് ഇതാ തിയറി ആയിട്ട് അവിടെ കിടക്കുന്നു. നിങ്ങൾക്കറിയാം, ഇവിടെ പ്രാക്ടിക്കലിന്റെ സൈഡ് തന്നെയാണ്. സ്പ്രെഡ്ഷീറ്റ് നമുക്ക് പ്രാക്ടിക്കൽസ് പഠിക്കാനുണ്ട്, GNU പ്രാക്ടിക്കൽസ് ചെയ്യാനുണ്ട്. അപ്പം പ്രാക്ടിക്കൽസിന്റെ പേപ്പേഴ്സ് മാത്രം അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ തിയറി എക്സാമിനേഷന്, നിങ്ങൾക്ക് വേണ്ട തിയറി എക്സാമിനേഷന് ഇനിയുള്ള ചാപ്റ്റേഴ്സ് കിടക്കുമ്പോൾ അവിടെ 12 മാർക്കിന്റെ വെയിറ്റേജും കാണുന്നു. അപ്പോൾ കൃത്യമായൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് വേണം ഇനി അങ്ങോട്ടുള്ള 3 മാസങ്ങളിൽ നിങ്ങൾ അക്കൗണ്ടൻസിയെ കെയർ ചെയ്യാൻ. നല്ല ശ്രദ്ധയോടുകൂടി, നല്ലൊരു ടെക്നിക്കോടുകൂടി നമ്മൾ പഠിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള അക്കൗണ്ടൻസി മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെ ഇത്രയും വെയിറ്റേജുള്ള പാഠഭാഗങ്ങളെ കൃത്യമായിട്ട് നമുക്ക് കയ്യിലൊതുക്കാൻ സാധിക്കും. കാരണം നമ്മളെ കൂടെ മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കാണ്ട്. അതുകൊണ്ട് അക്കൗണ്ടൻസി പഠിക്കേണ്ട രീതി ഇങ്ങനെയാണ്. കൃത്യമായി മാർക്ക് അറിഞ്ഞുകൊണ്ട്, ചാപ്റ്റേഴ്സ് അറിഞ്ഞുകൊണ്ട് വേണം ഇനി അങ്ങോട്ടുള്ള അക്കൗണ്ടൻസി പഠിക്കാൻ. സോ ഓൾ ദി ബെസ്റ്റ്.